നമസ്കാരം. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ തഹ്ലിയ വമ്പിച്ച ചരിത്ര വിജയമാണ് നേടിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പേരാമ്പ്ര വാലിയക്കോട് പ്രദേശത്താണ്. ഇവിടെ പ്രായഭേദമന്യേ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും മധുര വിതരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ കാഴ്ച ഒന്ന് നോക്കിയാലോ? പേരാമ്പ്രയിലെ UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നിമിഷമാണ്. ഈ ചരിത്ര വിജയത്തിന്റെ ഭാഗമാകുവാൻ ഫാത്തിമ തെഹ്ലിയക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും മുന്നിൽ നിന്ന് നയിക്കാൻ കഴിഞ്ഞു എന്നതിൽ യൂത്ത് ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത്. പേരാമ്പ്ര UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ മികച്ചൊരു വിജയം ഫാത്തിമ തെഹ്ലിയക്ക് നേടാൻ കഴിഞ്ഞത് ഈ നാട്ടിലെ മതേതരത്വ ബോധവും ജനാധിപത്യ ബോധവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മുടെ ഈ മുന്നിലുള്ള ഈ റിസൾട്ടിന്റെ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫാത്തിമ തെഹ്ലിയ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷം നാനാഭാഗത്തു നിന്നും എല്ലാവിധ വർഗീയ പ്രചാരണങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടാണ്, പേര് നോക്കി ചാപ്പ കുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ അവരെ ഇവിടേക്ക് സ്വീകരിച്ചത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെയും സംഘിക്കൂട്ടങ്ങളുടെയും എല്ലാവിധ ദുഷ്പ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഫാത്തിമ തെഹ്ലിയയുടെ വിജയം ഈ നാട്ടിലെ ജനാധിപത്യ മതേതരത്വ ബോധത്തിന്റെ വിജയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, UDFന്റെ പ്രവർത്തകരുടെ വോട്ട് മാത്രം കൊണ്ടല്ല ഫാത്തിമ തെഹ്ലിയ ഇങ്ങനെ ഒരു വമ്പിച്ച് വിജയം നേടിയത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഫാത്തിമ തെഹ്ലിയക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ എല്ലാവരോടൊപ്പം അവരോടും ഈ പാർട്ടിക്ക് വേണ്ടിയും ഈ സംഘടനാ സംവിധാനത്തിന് വേണ്ടിയും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പേരിൽ അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി റിസൾട്ട് വന്നതിന് ശേഷം വാലിയക്കോട് പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആഘോഷം, ഇത് ഞങ്ങൾ വർഷങ്ങളായി മനസ്സിൽ നെഞ്ചേറ്റിയ ഒരു ആഘോഷമാണ്. ഇത് ഇന്നലെ തുടങ്ങിയതോ നാളെ തീരുന്നതല്ല. ദിവസങ്ങളോളം ഈ ആഘോഷങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇന്നലെ തന്നെ 2000-ലധികം ആളുകൾക്ക് ഞങ്ങൾ ഇവിടെ പായസം വിതരണം ചെയ്തിട്ടുണ്ട്, മധുരം വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്നും അതുപോലെ തന്നെ ഏകദേശം 2500-ഓളം ആളുകൾക്കുള്ള മധുരം വിതരണം ചെയ്തിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വ്യത്യസ്ത പരിപാടികൾ ആഘോഷ പ്രചരണത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞങ്ങൾക്ക് സഹായിച്ച, മുന്നിട്ടിറങ്ങിയ ഇവിടുത്തെ എല്ലാവിധ പ്രവർത്തകരോടുമുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കും.